നിങ്ങൾ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സും അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നോക്കേണ്ടത് ഇങ്ങനെയുള്ള കൺഫ്യൂഷനിലാണോ ഉള്ളത്. ബട്ട് സ്കൈമാർക്ക് എന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം ഈ സമ്മർ ഇൻടേക്ക് ദാറ്റ് മീൻസ് ഈ മാർച്ച് ഇൻടേക്കിലേക്ക് ഒരു 300 എബോ ഓഫർ ലെറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമുക്ക് എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ ഇവരൊക്കെ പറയുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രമല്ലേ പബ്ലിക്കിൽ ഓപ്ഷൻ ഉള്ളൂ, ഇപ്പോൾ BSc സ്ട്രീംസിലുള്ളവർക്കും അതേപോലെ മാനേജ്മെന്റ് സ്ട്രീംസിലുള്ളവർക്കും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം വന്നിട്ടുള്ള ഓഫേഴ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BTech IT കഴിഞ്ഞവർക്ക് ഡാറ്റാ സയൻസ് പോലത്തെ പ്രോഗ്രാംസിലോട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ BTech മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് മിനറൽസ്, മെറ്റീരിയൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ട്രീംസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സോ പറഞ്ഞു തന്നൊന്നുമല്ല, നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണോ, ഒരു 70% എബോ മാർക്ക് ഉണ്ടോ, IELTS ഏകദേശം ഒരു 6.5 7 ഒക്കെ നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണക്ട് ചെയ്യൂ. നിങ്ങൾക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്കൈമാർക്ക് എന്ത് ചെയ്തു അഡ്മിഷൻ നിങ്ങൾക്ക് എടുത്തു തരും.